ജീവിതത്തിൽ ഒരാളും നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ശബ്ദം ആരും കേൾക്കുന്നില്ല. നമ്മുടെ വേദന ആർക്കും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ പേര് സെലി. ജനിച്ച നിമിഷം മുതൽ അവൾക്ക് ജീവിതം ഒരു ശിക്ഷയായിരുന്നു. പക്ഷേ അതേ പെൺകുട്ടി ഒരു നാൾ സ്വന്തം ജീവിതത്തിന്റെ നായികയായി മാറി. ഇതാണ് ദ കളർ പേർപ്പിൾ എന്ന ലോക പ്രശസ്ത നോവലിന്റെ കഥ. ഇതൊരു കഥ മാത്രമല്ല, തകർന്നുപോയ ഒരു ആത്മാവിന്റെ പുനർജന്മമാണ്. കഥ തുടങ്ങുന്നത് ഒരു കത്തിലൂടെയാണ്. ഡിയർ ഗോഡ്, ഈ ഒരു വരി വായിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കും, ഈ കത്തെഴുതുന്ന ഒരാൾക്ക് ലോകത്ത് സംസാരിക്കാൻ മറ്റാരുമില്ല, സുഹൃത്തുക്കളില്ല, സഹായിക്കാൻ ബന്ധുക്കളില്ല. അവളുടെ കണ്ണീർ കേൾക്കാൻ ദൈവം മാത്രമാണ്. അതുകൊണ്ടാണ് അവൾ തന്റെ ജീവിതത്തിലെ ഓരോ സംഭവവും ദൈവത്തോട് കത്തുകളായി എഴുതുന്നത്. ആ കത്തുകളാണ് പിന്നീട് ഈ നോവലിന്റെ ആത്മാവാകുന്നത്. അവരാണ് സെലി. സെലിക്ക് വെറും 14 വയസ്സ്. പഠിക്കാനും സ്വപ്നം കാണാനും സുഹൃത്തുക്കളോടൊപ്പം കളിക്കാനുമുള്ള പ്രായം. പക്ഷെ അവളുടെ ജീവിതത്തിൽ ഇതൊന്നുമില്ല. ഓരോ ദിവസവും ഭയമാണ്. ഓരോ രാത്രിയും കണ്ണീരാണ്. സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതയല്ല അവൾ. അവൾക്ക് ജീവിതം എന്നത് ഇന്ന് എങ്ങനെയെങ്കിലും ജീവിച്ചു കഴിഞ്ഞാൽ മതി എന്ന ചിന്ത മാത്രമാണ്. അങ്ങനെ പതിയെ അവൾ വിശ്വസിക്കുന്നു, എനിക്ക് വിലയില്ല, എനിക്ക് സന്തോഷിക്കാൻ അവകാശമില്ല. വിവാഹം, പക്ഷെ അതൊരു പുതിയ തുടക്കമായിരുന്നില്ല. കുറച്ചു നാളുകൾക്ക് ശേഷം സെലിയെ മിസ്റ്റർ എന്ന ആളെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നു. സാധാരണയായി വിവാഹം പുതിയ ജീവിതത്തിന്റെ തുടക്കമെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ സെലിക്ക് അത് മറ്റൊരു തടവറയായി മാറുന്നു. മിസ്റ്റർ അവളെ ഒരിക്കലും സ്നേഹിച്ചില്ല. അവൾ ഒരു ഭാര്യയല്ല, വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്ന ഒരു വേലക്കാരി മാത്രമാണ്. രാവിലെ മുതൽ രാത്രി വരെ ജോലി. അതിനു പകരം കിട്ടുന്നത് അപമാനവും അവഗണനയും മാത്രം. അവളുടെ ജീവിതം മുഴുവൻ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നു. ഈ ഇരുട്ടിനിടയിലും ഒരു വെളിച്ചമുണ്ടായിരുന്നു. അവളുടെ സഹോദരി നെറ്റി. നെറ്റി എപ്പോഴും സെലിയെ സംരക്ഷിക്കാൻ ശ്രമിക്കും. ഒരു ദിവസം നമ്മൾ നല്ല ജീവിതം ജീവിക്കും എന്നവൾ പറയാറുണ്ട്. പക്ഷെ വിധി അവരെയും വേർപിരിക്കുന്നു. നെറ്റി വീട്ടിൽ നിന്ന് പോകേണ്ടി വരുന്നു. സെലി വീണ്ടും ഒറ്റപ്പെടുന്നു. അവൾ കരുതുന്നു, ഇനി എന്റെ സഹോദരിയെ ഞാൻ ഒരിക്കലും കാണില്ല. കഥയിൽ ഏറ്റവും വലിയ വഴിത്തിരിവ്. ഒരു ദിവസം സെലിയുടെ ജീവിതത്തിലേക്ക് ഷഗ് ഏവറി കടന്നു വരുന്നു. ആത്മവിശ്വാസം നിറഞ്ഞൊരു ഗായിക, ജീവിതത്തെ ഭയക്കാത്തൊരു സ്ത്രീ. ആദ്യമായി ആരോ സെലിയോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ആദ്യമായി ആരോ അവളെ സുന്ദരിയാണെന്ന് പറയുന്നു. ആദ്യമായി ആരോ ചോദിക്കുന്നു, നിനക്ക് എന്താണ് ഇഷ്ടം? സെലിക്ക് ആ ചോദ്യം പോലും പുതുമയായിരുന്നു. കാരണം അതുവരെ അവളുടെ ഇഷ്ടത്തെക്കുറിച്ച് ആരും ചോദിച്ചിട്ടില്ല. ഷഗ് അവളെ പഠിപ്പിക്കുന്നു, മറ്റുള്ളവർ പറയുന്നത് പോലെ ജീവിക്കേണ്ടതില്ല, നീയും വിലപ്പെട്ട ഒരാളാണ്. അവിടെ നിന്നാണ് സെലിയുടെ മാറ്റം തുടങ്ങുന്നത്. ഒളിപ്പിച്ചു വെച്ച സത്യം. ഒരു ദിവസം ഷഗ് പഴയ അലമാര പരിശോധിക്കുമ്പോൾ ഒരു കെട്ട് കത്തുകൾ കണ്ടെത്തുന്നു. ആ കത്തുകൾ വായിച്ചപ്പോൾ ഇരുവരും ഞെട്ടിപ്പോകുന്നു. അവയെല്ലാം നെറ്റി വർഷങ്ങളായി സെലിക്ക് എഴുതിയ കത്തുകളായിരുന്നു. പക്ഷേ മിസ്റ്റർ ഒരിക്കലും അവ സെലിക്ക് കൊടുത്തിരുന്നില്ല. എന്തുകൊണ്ട്? സെലി ആത്മവിശ്വാസം നേടരുത്, പ്രതീക്ഷ നഷ്ടപ്പെടണം എന്നായിരുന്നു അവന്റെ ആഗ്രഹം. ഓരോ കത്തും വായിക്കുമ്പോൾ സെലി കരയുന്നു. കാരണം അവളുടെ സഹോദരി ജീവനോടെയുണ്ട്. അവൾ ഒരിക്കലും സെലിയെ മറന്നിട്ടില്ല. ആ കത്തുകൾ സെലിയുടെ ജീവിതത്തിലേക്ക് വീണ്ടും പ്രതീക്ഷ കൊണ്ടുവരുന്നു. സെലി ആദ്യമായി സംസാരിക്കുന്നു. ഇതാണ് കഥയിലെ ഏറ്റവും ശക്തമായ രംഗം. വർഷങ്ങളായി മിണ്ടാതിരുന്ന സെലി ആദ്യമായി തല ഉയർത്തി നിൽക്കുന്നു. മിസ്റ്ററുടെ കണ്ണിലേക്ക് നോക്കി അവൾ പറയുന്നു, ഇനി ഞാൻ പേടിക്കില്ല, എന്റെ ജീവിതം ഞാൻ തന്നെ തീരുമാനിക്കും. ആ നിമിഷം മുതൽ അവൾ ഒരു പുതിയ മനുഷ്യനാകുന്നു. സ്വന്തം ജീവിതത്തിന്റെ ഉടമ. സെലി വീട് വിട്ടിറങ്ങുന്നു. അവൾ സ്വന്തം കൈകൊണ്ട് പാൻസ് തുന്നി വിൽക്കാൻ തുടങ്ങുന്നു. ആളുകൾ അത് വാങ്ങുന്നു. അവളുടെ ബിസിനസ് വളരുന്നു. സ്വന്തം പണം, സ്വന്തം വീട്, സ്വന്തം തീരുമാനങ്ങൾ. അപ്പോൾ അവൾ മറ്റാരുടെയും നിഴലല്ല, സ്വന്തം ജീവിതത്തിന്റെ ഉടമയാണ്. മിസ്റ്ററിനും മാറ്റമുണ്ടാകുന്നു. ജീവിതം സെലിയെ മാത്രമല്ല മിസ്റ്ററിനെയും മാറ്റുന്നു. ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അവൻ തന്റെ തെറ്റുകൾ തിരിച്ചറിയുന്നു. സെലിയെ ഒരു മനുഷ്യനായി കാണാൻ അവൻ പഠിക്കുന്നു. അവർക്കിടയിൽ സ്നേഹം തിരികെ വന്നില്ല, പക്ഷെ ബഹുമാനം വന്നു. അതാണ് ഈ കഥയുടെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങളിൽ ഒന്ന്. ഒടുവിൽ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം സെലിയും നെറ്റിയും വീണ്ടും കണ്ടുമുട്ടുന്നു. അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുന്നു. ജീവിതം അവരിൽ നിന്നും പലതും എടുത്തു, പക്ഷെ അവരുടെ സ്നേഹം എടുത്തില്ല. ആ രംഗത്തോടെയാണ് ഈ മനോഹരമായ കഥ അവസാനിക്കുന്നത്. എന്തുകൊണ്ടാണ് ദ കളർ പേർപ്പിൾ? ഒരു ദിവസം ഷഗ് സെലിയോട് പറയുന്നു, വഴിയരികിൽ വിരിഞ്ഞിരിക്കുന്ന ഒരു പർപ്പിൾ പൂവ് പോലും കാണാതെ കടന്നു പോകുന്നത് ദൈവത്തെ സന്തോഷിപ്പിക്കില്ല. ഈ വാക്കുകൾ തന്നെയാണ് നോവലിന്റെ ഹൃദയം. ജീവിതം എത്ര കഷ്ടമായാലും അതിലിപ്പോഴും സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം കാണാൻ നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് ഈ നോവലിന് ദ കളർ പർപ്പിൾ എന്ന പേര് നൽകിയിരിക്കുന്നത്.
ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതം എത്ര തകർത്താലും വീണ്ടും ഉയർന്നു വരാൻ കഴിയും. മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതല്ല പ്രധാനം, നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതാണ്. സ്നേഹവും സൗഹൃദവും ഒരു മനുഷ്യന്റെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയും. ആത്മാഭിമാനം നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടമാകും. അത് തിരികെ നേടിയാൽ ജീവിതം തിരികെ കിട്ടും. ദ കളർ പർപ്പിൾ ഒരു നോവൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് പ്രതീക്ഷ നൽകിയ ഒരു കഥയാണ്. ഇന്നും ഈ നോവൽ വായിക്കുന്നവർ സെലിയിൽ സ്വന്തം ജീവിതത്തിന്റെ ചില ഭാഗങ്ങൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് കാലം മാറിയിട്ടും ഈ കഥ ഒരിക്കലും പഴകാത്തത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇത്തരത്തിലുള്ള കൂടുതൽ ലോകസാഹിത്യ കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു മികച്ച കഥയുമായി വീണ്ടും കാണാം. നന്ദി.